ഒന്നുമില്ല, ഇതിപ്പോ കൊന്നപ്പൂതൊക്കെ ഒന്നുമില്ല, വിഷക്കല്ലേ ഉഷാറാക്കാനുള്ള പരിപാടി. കൊന്നപ്പൂ വടക്കൊക്കെയാണ്ട് വാങ്ങി മക്കൊക്കെ ഒരല്ലടാ. അല്ല ഇതൊന്നും വാങ്ങില്ല. നമ്മക്ക് വിഷുല്ല ചേട്ടാ പ്രാവശ്യം. അതെ, എന്റെ അച്ഛന്റെ വകയിലൊരു പാപ്പ മരിച്ചു പ്രാവശ്യം. അല്ല കഴിഞ്ഞല്ലോ ഇല്ലല്ലോ. കഴിഞ്ഞെല്ലാം മറ്റേ വല്യച്ഛൻ അളിയും മരിച്ചില്ലേ. എല്ലാ കൊല്ലം തന്നെ കഥ അല്ലേ. ആ കൊല്ലം ഇങ്ങനെ ഓരോരുത്തരും മരിക്കും. ഇതാണ്ട വലിയ തറവാട്ടുകാരായുള്ള പ്രശ്നം. ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ. നമ്മളത് വലിയ തറവാടേനി. ഒരു കൊല്ലം വിഷു ഉണ്ടാവില്ല, ഓണം ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ചെറുതാകുമ്പോ വിഷമാവിഷ്ട. അതായത് അപ്പുറത്ത് ഇപ്പുറത്തെ കുട്ടികൾ പടക്കം പൊട്ടിക്കലും ഓണത്തിന് പൂവിടലും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മളിതിങ്ങനെ നോക്കി ഓണവും ഇല്ല വിഷു ഇല്ല. പിന്നെ ഞാനൊക്കെ വലുതായാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് കേട്ടോ. അങ്ങനെ അത് പറഞ്ഞാൽ എല്ലാ തറവാട്ടിലും ഒരു മൂത്ത കാരണവരുണ്ടാവുമല്ലോ. അതേമാതിരി നമ്മളെ തറവാട്ടിലുണ്ട് ഇനി ഒരു കാരണവര്. ഞാൻ ഒരു ദിവസം മൂപ്പരെടുത്ത് ചെയ്യാണ്ട് ചെന്ന് എന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് ചള്ളക്ക് ഒന്നാണ്ട് കൊടുത്ത്. അതോടുകൂടെ കുടുംബക്കാരൊക്കെ തെറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ തറവാട്ടിൽ നിന്ന് നമ്മളാണ്ട് ഒഴിവാക്കി കളിന്ന്. അതിനനുസരിച്ചുള്ള ഓണം വിഷു ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങി. സിമ്പിൾ പരിപാടി. അയ്യ അങ്ങനെ ചെയ്തോണ്ടി. എന്നാ ശരി, ഹാപ്പി വിഷു. വല്ലാത്ത ആളില്ല. നോക്കണം.